കോഴിക്കോട് നെല്ലിക്കോട് തൊഴിലാളിയുടെ മരണത്തിനിടയാക്കിയ ഫ്ളാറ്റ് നിർമ്മാണം നടന്നത് വിലക്ക് ലംഘിച്ചാണെന്ന് വിദഗ്ധ സംഘം കണ്ടെത്തി. റിഗേറ്റ് ബിൽഡേഴ്സിന്റെ ഫ്ളാറ്റ് നിർമ്മാണത്തിനിടെ കുന്നിടിയാനുള്ള കാരണം സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാത്തതാണെന്നും സംഘം വിലയിരുത്തി. സംഭവസ്ഥലം സന്ദർശിച്ച വിദഗ്ധ സംഘം റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് നെല്ലിക്കോട് റീഗേറ്റ് ബിൽഡേഴ്സിന്റെ ഫ്ളാറ്റ് നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് ഒരു നിർമ്മാണ തൊഴിലാളി മരിക്കുകയും മറ്റു 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. അനധികൃത നിർമ്മാണവും നിയമലംഘനവുമാണ് നടന്നതെന്ന് നാട്ടുകാർ സംഭവ സമയത്ത് തന്നെ വ്യക്തമാക്കിയിരുന്നു. നിർമ്മാണത്തിനായി ബിൽഡിംഗ് പെർമിറ്റും ജിയോളജി വിഭാഗത്തിന്റെ അനുമതിയുമെല്ലാം റീഗേറ്റ് ബിൽഡേഴ്സ് നേടിയിരുന്നെങ്കിലും ഒരു നിർദ്ദേശം പോലും പാലിച്ചില്ലെന്നാണ് കണ്ടെത്തിയത്. അപകടകരമായ നിർമ്മാണത്തെ തുടർന്ന് പരിസരവാസികൾ നൽകിയ പരാതി കണക്കിലെടുത്ത് സുരക്ഷാ കാരണങ്ങളാൽ കഴിഞ്ഞ മാസം 26-ന് കോഴിക്കോട് കോർപ്പറേഷൻ നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ ആവശ്യം റീഗേറ്റ് ബിൽഡേഴ്സ് ഉടമകൾ ചെവിക്കൊണ്ടില്ല. റെഡ് അലർട്ട് ദിവസം പോലും ഇവിടെ മണ്ണെടുപ്പും നിർമ്മാണവും തകൃതിയായി നടന്നിരുന്നതായും പരിശോധനയ്ക്കെത്തിയ വിദഗ്ധ സംഘം കണ്ടെത്തി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജിയോളജി വകുപ്പ്, മണ്ണ് സംരക്ഷണ വിഭാഗം, കോഴിക്കോട് കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം തുടങ്ങിയവർ ഉൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത്. പശ്ചിമ ബംഗാൾ സ്വദേശി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ചുള്ള കളക്ടറുടെ തീരുമാനം വന്നാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് പോലീസിന്റെ തീരുമാനം. മണ്ണിടിച്ചിലിൽ റോഡടക്കമുള്ള ഗതാഗത സംവിധാനം തകർന്നിരുന്നു. വാസയോഗ്യമില്ലാത്ത വിധം തൊട്ടടുത്ത വീടുകൾ അപകട ഭീഷണിയിലാവുകയും ചെയ്തതോടെ റീഗേറ്റ് ബിൽഡേഴ്സിനെതിരെ കൂടുതൽ നടപടി വേണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.